CF പാലക്കാട് മലപ്പുറം ജില്ലാ റീജിയണൽ കൗൺസിൽ യോഗം നടന്നു. ദേശീയ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ സമ്മേളനമാകുമ്പോൾ എല്ലാ മെമ്പർമാരും പക്ഷെ അത് എല്ലാ മാസം 3 മാസം എല്ലാവരെയും വിളിച്ചു വരുത്തി വളരെ ജോലികൾ അതിൽ ബുദ്ധിമുട്ട് വരുന്ന നമ്മളതിനുവേണ്ടി സോൾവ് ചെയ്ത് ചെറുതായി ഇപ്പോൾ റീജിയണൽ കൗൺസിലാണ്. റീജിയണൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ നിന്ന് 7 പേർ ജില്ലാ സെക്രട്ടേറിയറ്റ്, 4 പേർ കൗൺസിലർ, മിനിമം എത്രയാണെന്ന് കൂടുതൽ ചെയ്യും. അവരുടെ കമ്മിറ്റികളുടെ 7-11 വരെ. ഇപ്പോൾ റീജിയണൽ കൗൺസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെക്രട്ടേറിയറ്റ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും റീജിയണൽ കൗൺസിൽ മെമ്പർമാരും 11 വരെ. പിന്നെ അവർ റീജിയനിലുള്ള സംസ്ഥാന ഭാരവാഹിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇതാണ് റീജിയണൽ കൗൺസിൽ. മനുഷ്യാവകാശ പ്രവർത്തനവും അഴിമതി ചെറുക്കലും മുഖ്യ ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് പാലക്കാട് മലപ്പുറം ജില്ലാ റീജിയണൽ കൗൺസിൽ യോഗം ഒറ്റപ്പാലം ചേംബർ ടവറിൽ നടന്നു. NHRA CF ദീപ റാണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ദിലീപ് ഖാദി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി പത്രിപ്പാല എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്ത കൗൺസിൽ യോഗത്തിൽ സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി വാങ്ങുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. NHRA CF പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ സ്വാഗതവും മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ജാഫർ നന്ദിയും പറഞ്ഞു.